കൾ പ്രചാരണ തിരക്കിലാണ്. കോഴിക്കോട് നോർത്തിലെ ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള റോഡ് ഷോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് തുടങ്ങുന്നു. നിയമസഭയിലേക്ക് ഇത് രണ്ടാം അംഗമാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്? 100% പ്രതീക്ഷയുള്ളതാണ്, ചോദ്യമില്ല. ജനങ്ങളെന്താ തീരുമാനിക്കുക വെച്ചാൽ അത് നമ്മൾ വിധേയനാണല്ലോ. ശരിക്കും 100% പ്രതീക്ഷയില്ല. എന്തൊക്കെ വികസന പദ്ധതികളാണ് ജനങ്ങളോട് ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി പറയുന്നത്? വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലം കൊണ്ട് നടന്ന വികസനം ഒരു സത്യത്തിൽ പറഞ്ഞാൽ മണ്ഡലത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും പ്രധാനം നമ്മൾ കൊടുക്കുന്നത് ഗതാഗതം തന്നെയാണ്. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റൊന്ന് ഞാൻ ഏറ്റവും ഉദ്ദേശിക്കുന്നത് പാർക്കിംഗ് പ്ലാസകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ നഗരത്തിലിപ്പോൾ ഇല്ലാത്തൊരു സാധനം അതാണ്. മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്തും. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം അത്തരം കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്ത് തുടങ്ങും. ഇപ്പോൾ ഇവിടെ 2 ഞാൻ മേയറാകുമ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പല കാരണങ്ങളാൽ നടക്കാതെ പോയി എന്നുള്ളതാണ്. അത് രണ്ടാമത് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരിക. കാരണം വേറെ വഴിയില്ല. നമ്മൾ ഇത്രയും വാഹനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി നിർത്തുന്നത്? കാരണം ഈ ബ്ലോക്കിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പോകാൻ കഴിയാത്ത അവസ്ഥ. അപ്പം നമ്മളെല്ലാ റോഡുകളും വീതി കൂട്ടുക. ഇപ്പം മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പഴയ കണ്ണൂർ റോഡ് എന്ന് പറയുന്നത് മാനാഞ്ചിറ മുതൽ പാവങ്ങാട് വരെ, പാവങ്ങാട് ടു ഉള്ളിയേരി അതുമുണ്ട്. അതിൻ്റെയൊക്കെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തു, കല്ലിട്ട് കഴിഞ്ഞു. ഏറ്റവും ആദ്യത്തെ പണികൾ അതൊക്കെയാണ്. ആൾക്ക് മൂവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെങ്ങനെ പോകുന്നു ആളുകൾ? കാരണം നമ്മളിപ്പം പുതിയ NH റോഡ് വന്നപ്പോൾ ഇപ്പം നമ്മൾ എന്തൊരു സൗകര്യത്തോട് കൂടിയിട്ട് ആളുകളൊക്കെ പറയുന്നില്ല. അത് ഒരു 2 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്താം, 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താം. ഒക്കെ ആൾ സ്പീഡിൻ്റെ യുഗത്തിലല്ലേ ജീവിക്കുന്നത് നമ്മൾ. പിന്നെ നമ്മളെ ചെറുപ്പക്കാർക്ക് എന്തൊക്കെ ജോലി സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള നമ്മളെ പ്രധാന ചോദ്യം നമ്മൾ. കാരണം യുവാക്കൾ പുതിയ IT ആണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാന IT മാത്രം പോരാ എന്നുള്ളതാണ്. കാരണം കുറച്ച് കഴിയുമ്പം പിന്നെ അതിനും പ്രശ്നങ്ങൾ വരും. ഡൈവേർട്ട് ചെയ്ത് എല്ലാം വേണം, അപ്പോഴേ ശരിയാവുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഇതിൻ്റെ നവീകരണം ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും പരിഗണനയിലുണ്ടാകുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു സംശയം. കാരണം ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പം 3 കോടി രൂപേൻ്റെ സീ വോൾ കെട്ടുകയാണ്. അതായത് പള്ളിക്കണ്ടി എന്ന് പറയും, അത്താണിക്കൽ ബീച്ചിൽ അവിടുന്ന് തുടങ്ങിയിട്ട് തോപ്പയിൽ വരെ വലിയ കടലാക്രമണം ഭീഷണി. കാരണം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നിലനിൽക്കണ്ടേ? കടലിങ്ങോട്ട് കയറുമ്പം പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേമാതിരി ലൈറ്റില്ലാത്തടത്തൊക്കെ അപ്പോൾ ഹൈമാസ്റ്റും 3 വെച്ച് കഴിഞ്ഞപ്പോൾ കടപ്പുറത്ത് ഇനിയും കൂടുതൽ. കാരണം ഇരുട്ട് പാടില്ല ഇവിടെ. അതാണ് ഈ പല അനാശാസ്ത്ര നടപടികൾക്കും കാരണമാവുന്നത്. അത് ശരിയാക്കി എടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ഇങ്ങനെ ഒരുപാട് ഇപ്പം നമ്മൾ കുളങ്ങൾ മുഴുവൻ, കാരണം ശുദ്ധജലക്ഷാമം ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്നത്തെ ചൂടും വേനലും ഒക്കെ നമുക്കറിയാലോ എന്താണ്. അപ്പം അതിന് കാരണം ഇതൊക്കെ റീചാർജ് വേണം ശരിക്കും. അതാണ് നമ്മളെല്ലാം ഇപ്പോൾ തൂർത്ത് നമ്മൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് മാറിപ്പോയി. നമ്മൾ ഉള്ള കുളങ്ങൾ എന്തായാലും ഇനി ഉള്ളതെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ. ഇപ്പോൾ ബ്ലാത്തുകളും 2 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ പണി ചെയ്തുകൊണ്ട് ഏകദേശം പൂർത്തിയാവാനായി. നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. അത് കുറച്ചുകൂടി പണിയുണ്ട്, അത് ചെയ്തിട്ട് മതി. നമ്മളിപ്പോൾ കൊള്ളങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കുളമൊന്ന് പോയി കാണുന്നതാണ്. അപ്പം ഞാൻ ചെയ്യിച്ചു എല്ലാം വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള കുറേ കുളങ്ങളുണ്ട്. അതൊക്കെ ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള. കാരണം ശുദ്ധജലത്തിനൊക്കെ, കാരണം ഭാവിയിൽ ഞാനതൊക്കെ എപ്പോഴും ഓർക്കാറ്. നമ്മളെ വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു, നമ്മളെ പ്രഗത്ഭനായിട്ടുള്ള പാർലമെൻറ്റുകാരൻ. അദ്ദേഹം പലപ്പോഴും ആദ്യമേ പറയുന്ന വാക്കുകളാണ്, നമുക്ക് ഏറ്റവും യുദ്ധം ഉണ്ടാവുക ശുദ്ധജലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന്. അത് സത്യല്ലേ? ഇപ്പം നമ്മൾ നോക്ക്, ഗൾഫ് കൺട്രീസിൽ ഒരു ഡീസാലിനേഷൻ പ്ലാന്റുകൾ അവിടെയുള്ളത്, അതൊക്കെ ഇപ്പോൾ ബോംബ് ചെയ്തിട്ട് ഇതാക്കി നശിപ്പിക്കുകയാണ്. വെള്ളം കുടിക്കാതെക്കാൻ പറ്റുമോ? അപ്പം അതിന് ആവശ്യമായ, കാരണം പ്രാഥമിക സൗകര്യങ്ങൾ പരമാവധി ഒരുക്കി കൊടുക്കുക, എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്സിലേക്ക് കടന്നാൽ മതി. അതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് ഈ നിയമസഭയിലെങ്കിലും ബാധിക്കുമോ? ഒരു തരത്തിലും ബാധിക്കില്ല. അത് മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരെ തിരിച്ചല്ലേ വന്നിട്ടുള്ളത്. കാരണം അത് ജനങ്ങൾ ഓരോ സ്ഥലത്തും തീരുമാനിച്ചിട്ടുണ്ടായി വരണമെന്ന്. ഒരു പ്രശ്നം വരും. UDFനൊപ്പം BJPക്കും ഏറെ വോട്ടുള്ള ഒരു മണ്ഡലമാണ്. ഒരു പ്രശ്നം വരും, ഒരു സംശയം. എത്രയായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാവുക?
അല്ല അത് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും 10,000-ൽ കുറയാത്ത വോട്ടിന് എന്തായാലും വിജയിക്കും, സംശയം. നടപ്പാക്കിയ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് MLA വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് KCG ജിഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.